ധർമ്മം ശ്രേയസ്കരവും മംഗളകരവുമാണ്. ധർമ്മം അഹിംസാലക്ഷണവും അധർമ്മം ഹിംസാലക്ഷണവുമാകുന്നു. ഉത്തമധർമ്മത്തെ ശ്രദ്ധിക്കാതെ 100 കൊല്ലം ജീവിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ഉത്തമധർമ്മത്തെ ശ്രദ്ധിച്ചൊരു ദിവസം ജീവിക്കുന്നത്. സ്വന്തം ധർമ്മം അനുഷ്ഠിക്കാൻ ഭയപ്പെടുന്നവർ പാപികളായി ഗണിക്കപ്പെടുന്നു. ഈ കർമ്മങ്ങളുടെ ചുറ്റഴിക്കാൻ പിന്നീട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നു. ഭൂമിയിൽ മനുഷ്യനെ സുഖിയായും ദുഃഖിയായും കാണുന്നതിന് അടിസ്ഥാനം ഈ ധർമ്മം മാത്രമാണ്. ശരിയായ ധർമ്മബോധത്താൽ കർമ്മനിരതനാകുന്ന ആൾ മൃത്യുവിൻ്റെ പിടിയിലുള്ള ഈ ലോകത്തു നിന്ന് സുഖമായി രക്ഷപ്പെടുന്നു. ധർമ്മരസം പാനം ചെയ്യുന്നവർ പ്രസന്നചിത്തമുള്ളവനായി ഭവിക്കുന്നു. ഹൃദയം ആനന്ദിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനിൽ എപ്പോഴും തിളങ്ങുന്ന ആ ചെറുപുഞ്ചിരി ധർമ്മത്തിൻ്റെ പ്രഭയാകുന്നു. മനുഷ്യന് ധർമ്മം മാത്രമാണ് ഒരേ ഒരു സുഹൃത്ത്. മറ്റു സുഹൃത്തുക്കൾ അവന് ഉപകരണങ്ങൾ മാത്രം. ധർമ്മം മാത്രമാണ് മൃത്യുവിനു ശേഷവും നമ്മെ അനുഗമിക്കുന്നത്. ധർമ്മമാണ് വിശ്വത്തിനാധാരം. സമസ്ത ലോകവും ധർമ്മത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ധർമ്മം സർവശ്രേഷ്ഠമെന്നറിയുക. അക്ഷയമായ സുഖത്തിനടിസ്ഥാനം ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു. ശരീരശേഷിയുള്ളപ്പോൾ തന്നെ ധർമ്മനിഷ്ഠരായിക്കൊള്ളുക. കാരണം പിന്നീട് അത് അനുഷ്ഠിക്കുവാൻ സാധിക്കുമോ എന്ന് ആർക്കറിയാം. സമ്യക്കായ ഉന്നതിയും പരമലക്ഷ്യവും സാധിപ്പിക്കുന്നതേതോ അതാണ് ധർമ്മം. സത്യം, ഋതം അഥവാ നേരായ ജീവിതമാർഗം, ദീക്ഷ, തപസ്, ബ്രഹ്മം, യജ്ഞം ഇവയാറും ധർമ്മത്തിൻ്റെ ഷഡാധാരങ്ങളാകുന്നു. ധർമ്മം അനുഷ്ഠിക്കാത്തവർ മൃഗതുല്യരാകുന്നു. ശരീരധാരികളുടെ എല്ലാ ദുഃഖങ്ങളും അധർമ്മത്താൽ ഉണ്ടാകുന്നു. അധർമാചരണം കൊണ്ട് തൻ്റെയും സമൂഹത്തിൻ്റെയും ഉന്നതി ആഗ്രഹിക്കരുത്. അധർമ്മം കൊണ്ട് ഉന്നതി ആഗ്രഹിക്കാത്തവനാണ് ധാർമ്മികൻ, സദാചാരി അഥവാ പ്രജ്ഞാവാൻ. വദം, സ്മൃതി, സദാചാരം, ആത്മസ്മൃതി ഇവ 4 ധർമ്മത്തിൻ്റെ ലക്ഷണങ്ങളാകുന്നു.